ഹലോ, എന്നുണ്ടല്ലോ ഞങ്ങൾ വെളി വരെ പോവാണേ. എന്തിനാ പോകുന്നറിയാവോ? നമ്മുടെ കേരളത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ബീച്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് എടുത്തത്, മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ മഹേന്ദ്രയുടെ താർ റോഡ്സ് എടുത്ത്. അപ്പം അവർ എടുത്തവർക്കെല്ലാം, അവിടുന്ന് വണ്ടി എടുക്കുന്നവർക്കെല്ലാം ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ജനുവരിയിലല്ലേ വണ്ടി എടുത്തേ. അപ്പം ജനുവരി വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലി കേട്ടോ, ഇപ്പം നമ്മൾ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ബാംഗ്ലൂർ വന്നപ്പം അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. എന്തോ പരിപാടിയെന്നോ ഒന്നും അറിയില്ല. അവിടെ ചെല്ലാൻ പറഞ്ഞു. അതിന് ഞങ്ങൾ 4 പേരും കൂടെ പിന്നെ പോവാം. അച്ഛൻ വണ്ടി ഓടിക്കുന്നു, ഞങ്ങൾ 4 പേരും കൂടെ പോവാം. എവിടെ അച്ഛൻ സ്ഥലം? വൈറ്റ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വിശേഷം പറയാം. എൻ്റെ പൊന്നെ, എന്തൊരു സെറ്റപ്പാണ്. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സെറ്റപ്പിൽ പോകാൻ പറ്റുമെന്ന് ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ. ആദ്യത്തെ ടൈമില്ല ഞങ്ങളുണ്ടല്ലോ ഇവിടെ വന്നായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഈ ഹോട്ടലിൽ മറ്റേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. പക്ഷേ മഹേന്ദ്രയുടെ ഇതൊന്നും അല്ലായിരുന്നു. നമ്മൾ ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായേ അവരുടെ ഇവര് നമ്പർ കളക്ട് ചെയ്ത കേട്ടോ. ഭയങ്കര പക്ക ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഫ്രോഡായിട്ടല്ല, അവരൊരു കമ്പനിയെ വളർത്താൻ വേണ്ടി നമ്മുടെ LIC പരിപാടിയൊക്കെ വന്ന് ഫണ്ട് പിടിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ കൂട്ട് അവരുടെ കമ്പനിയുടെ ഒരു പ്രൊമോഷനാണ് അത്. ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള 1,35,000 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ട് പിന്നെ 35 നൈറ്റ് ഞാനവിടെ പോയി താമസിക്കാൻ. ഇത് ബിസിനസ്സുകാർക്കും IT-കാർക്കും അതേപോലുള്ളവർക്കും ഉള്ള ഇത്. നമുക്കുള്ളവർക്കൊന്നും പറ്റത്തില്ല. ചുമ്മാ ഒരു വൗച്ചർ തരുമെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ പറ്റില്ല. 400 രൂപയുടെ ബാംഗ്ലൂർ നല്ലൊരു തിയേറ്ററിൽ കയറണമെങ്കിൽ 1000 രൂപ കൊടുക്കണം ഒരു സീറ്റിന്. അങ്ങനെയുള്ള ഇവർ വെറുതെ ഇവിടെ ഇപ്പം ഞങ്ങൾ പിന്നെ ഇത് പ്രതീക്ഷിച്ചല്ലേ വന്നത്. ഞാൻ ഇവരോട് ആദ്യമേ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഡ്രൈവിങ്ങിന് പോവാം, അതിൻ്റെ കൂടി ഇതും പോവാം, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ അങ്ങ് പോകും. അത് അവരൊരു പറ്റിയതൊന്നും അല്ല, അവരുടെ ഭാഗത്ത് അവർ പറയുന്നത് ശരി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് വേസ്റ്റ് ടൈം. അവിടെ പോയി ഇരുന്ന ഒരു 40 മിനിറ്റ് വേസ്റ്റ് ആയിപ്പോയി. ഇവിടെ സമയത്തിനല്ലേ ഏറ്റവും കൂടുതൽ വില. അങ്ങനെ ഒരു നഷ്ടം അത്രേ ഉള്ളൂ. അവരവരുടെ ബിസിനസ് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളായിരുന്നു ചേട്ടാ. എല്ലാം പറഞ്ഞില്ലേ, എനിക്കും അത്രയൊക്കെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ടാറ്റാ, ബൈ ബൈ.